കാപ്പിന് മുടിയനാണെങ്കിലും സ്നേഹമുള്ളവനാ. ഈ സാജനും സ്നേഹമുള്ളവൻ തന്നെയാ, കുറച്ച് ചുറ്റിക്കളി കൂടുതലാ. അതാ നേഹള പ്രശ്നത്തിന് അവൻ അന്ന് ചാടി വീണത്. ഇവന്മാരൊക്കെ ഇങ്ങനെ തന്നെയാ, ഗേൾസിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യും. അതിന് നല്ല എക്സാമ്പിൾ ആണല്ലോ നമ്മുടെ ഇടയിലെ ടോണി. അത് വളരെ ശരിയാ. വീണ്ടും ഞാൻ ഇതാ വഴി വെച്ച് കണ്ട ആളല്ലേ? ഏതാള്? എന്റെ പുറകെ എത്ര ആളാന്ന് പറഞ്ഞപ്പോ നീ തിരിഞ്ഞു നോക്കിയ ആള്. ആ വിട്ടല്ലേടി, അയാൾ ആകുകയെ ആകാതിരിക്കുകയെ എന്തെങ്കിലും ആവട്ടെ, നമുക്കെന്ത് കാര്യം. ആ അപ്പൊ നമ്മളെന്താ പറഞ്ഞോണ്ട് വന്ന? നമ്മളല്ല, നീയാ പറഞ്ഞോണ്ടിരുന്നത്. ആ ഞാൻ പറഞ്ഞു വന്നത് നീ സാധനം ഒന്നുകൂടെ കാണുമെന്ന്. എടി, അയാൾ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ നീ ഇതുവരെ വിട്ടില്ലേ? ചിലപ്പോ അയാൾ നമ്മളെ ഫോളോ ആയിരിക്കോ? അയാൾ എന്തിനാണ് നമ്മളെ ഫോളോ ചെയ്യുന്നേ? ചിലപ്പോ വല്ല ഫാൻസ് ആയിരിക്കും. ആർക്ക്? നിനക്കോ? നീ അന്നും പറഞ്ഞു കേട്ടല്ലോ, നിനക്കല്ലാതെ ഇവിടെ വേറെ ആർക്കും ഫാൻസ് ഉണ്ടാവാൻ പാടില്ലേ? വരാം, പക്ഷേ ഞാനിവിടെ ഇരിക്കുമ്പോൾ. ശരിയാ, ഞാനിവിടെ ഇരിക്കുമ്പോ ചിലപ്പോ നിന്നെ ആരും നോക്കില്ലെന്ന് വരും. എന്നെയോ? ആ ഈ എന്നെയോ? ആന്ന്. നോക്കൂലെന്നോ? ആ ഞാൻ അങ്ങനെ തന്നെയാ പറഞ്ഞ. എന്നാ അത് അറിഞ്ഞിട്ടേ വേറെ കാര്യം. ശരി. എന്റെ ദൈവം ഇങ്ങോട്ട് വരുന്നുണ്ട്. നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? അയാളോട് ചോദിക്കാൻ പോകുന്നു. എന്ത്? നമ്മളെല്ലാം ആരെയാ നോക്കുന്നതെന്ന്. ഓ അവിടെ ഇരിക്ക്. ദൈവമേ, ഇങ്ങനെ ഒരു പെണ്ണ. എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചുകൂടി ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആണോ? കറക്റ്റ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അനു വന്നതിന് ശേഷം ഞാൻ ഫേസ്ബുക്കിൽ അത്ര ആക്റ്റീവ് അല്ല. അതെപ്പോ? എന്ത്? അല്ല, അനു ജീവിതത്തിലേക്ക് കടന്നു വന്നതേ. വന്നില്ല, വരും. കണ്ടപ്പോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ പലരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു പോയെന്നൊക്കെ ഇരിക്കും എന്നും പറഞ്ഞ് ഫേസ്ബുക്ക് നമ്മൾ ഉപേക്ഷിക്കരുത്. മനസ്സിലാകുന്നുണ്ടടാ, ഫേസ്ബുക്കിൽ ആക്റ്റീവ് അല്ലാത്തവന് ഇന്ന് ഗേൾസിൻ്റെ ഇടയിൽ ഒരു സ്ഥാനവും ഇല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എയിമായി തന്നെ ഇരിക്കണം. നിന്റെ അനുവും എന്റെ പാറും ഒക്കെ ഫേസ്ബുക്കിനെ ഒരിക്കലും ബാധിക്കരുത്. എന്താ കാരണം? യങ്സ്റ്റേഴ്സിന്റെ ഹോളിബുക്കാണ് ഫേസ്ബുക്ക്. ടോണി, നീ ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ എത്ര പ്രാവശ്യം നിന്നെ മൊബൈലിൽ വിളിച്ചു പറയോ, നീ എന്താ ഫോൺ എടുക്കാത്ത? ഞങ്ങളൊരു സീരിയസ് ഡിസ്കഷനിലായിരുന്നു, അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത്. എന്താ കാര്യം? ഒന്നുമില്ല, ഞാൻ ഒരു സിനിമയ്ക്ക് പോവാ, നീ വരുന്നുണ്ടോ? അതാണോ? നിന്നോടൊപ്പം പുറത്തിറങ്ങാൻ പറ്റിയ മൂഡിലല്ല ഞാൻ. നീ വെക്കും. അത് മനസ്സിലായി, പക്ഷേ പൈസ ഇല്ല. അപ്പൊ മോൻ പോകണ്ട. നേരത്തെ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? ഫേസ്ബുക്കും ഹാർഡ് വർക്കും. ടോണി, ഒരു കലാകാരന് സിനിമയ്ക്ക് പോകാനുള്ള ആഗ്രഹം ഉണ്ടാവുന്നതും മനുഷ്യന് വിശപ്പ് ഉണ്ടാവുന്നതും ഒരുപോലെയാണെന്നാ പണ്ടുള്ള ആൾക്കാർ പറയുന്നത്. ഈ വേലിയിലിരിക്കുന്ന പാമ്പിനെ കുറിച്ചും പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ടോണി, നീ നോക്കിക്കോ, ഇന്ന് ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാത്ത ഞാൻ നാളെ ഒരു തിയേറ്റർ ഓണറും ഫിലിം സ്റ്റാറൊക്കെ ആവും. അന്ന് ഞാൻ ആഡംബര കാറിലൊക്കെ വരുമ്പോ നീ ഇതൊക്കെ തന്നെ പറയണം. നീ രക്ഷപ്പെടണമെന്നുള്ളത് എന്റെയും കൂടി ആഗ്രഹം. കാരണം അന്നെങ്കിലും നീ ഞങ്ങളെ വിട്ടുപോകുമല്ലോ. ആ ഒരൊറ്റ പ്രതീക്ഷയില ജീവിതം തെളിയിക്കുന്നത്. നീ നിരാശപ്പെടുത്തൂടെ? നിരാശപ്പെടുത്തൂടാ. നിന്നെ നിരാശപ്പെടുത്തി പണ്ടാരെടുക്കാൻ വേണ്ടി ഒരു കാരണവശാലും ഞാൻ രക്ഷപ്പെട്ടു പോവാതെ ഇവിടെ തന്നെ പിടിച്ചു വെക്കും. നീ നോക്കിക്കോ, അത്രക്കായോ എന്നോടാ കളി. അയ്യോ.